الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാൻ നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളുടെ കൂടെ, സഹാബാക്കളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടി ഏത് വഴിയിലൂടെ സഞ്ചരിക്കണോ, എന്തൊക്കെ ചെയ്യണോ, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ എളുപ്പമാക്കി തരട്ടെ. അതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സൂറത്ത് യാസീനാണ് വായിക്കുന്നത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ചിന്തിക്കാൻ മാത്രം ഉതകുന്ന രീതിയിലുള്ള ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഭൂമിയിൽ അല്ലാഹു സംവിധാനിച്ച കൃഷിയിടങ്ങൾ, സസ്യങ്ങൾ, ഇനിയിപ്പോൾ ഇന്ന് വായിക്കാനുള്ളത് സൂറത്ത് യാസീനിലെ 37-ാമത്തെ ആയത്ത് മുതലാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വായിച്ച ആയത്തുകൾ ഭൂമിയിൽ അല്ലാഹു സംവിധാനിച്ച കൃഷിയിടങ്ങൾ, അതിൽ മനുഷ്യൻ വിത്ത് പാകുന്നു, ആ വിത്തിനെ മുളപ്പിച്ച് അതിനെ വലിയ സസ്യങ്ങളാക്കി, മരങ്ങളാക്കി, അതിൻ്റെ കായ്കനികൾ മനുഷ്യർ ഭക്ഷിക്കുന്നു. അത് അല്ലാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ്. മഴയില്ലാതെ, വെള്ളമില്ലാതെ വറ്റി വരണ്ട ഭൂമി, നിർജീവമായ ഭൂമി, അതിന് അല്ലാഹു ജീവിപ്പിക്കുന്ന രീതി, അതുമാണ് അല്ലാഹു ഖിയാമത്ത് നാളിൽ മരണത്തിന് ശേഷം, മരിച്ച് മണ്ണായതിന് ശേഷം നിങ്ങളെല്ലാവരെയും അല്ലാഹു ജീവിപ്പിക്കുകയും മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും എന്നുള്ളതിന് തെളിവായിട്ട് അല്ലാഹു പറഞ്ഞ ദൃഷ്ടാന്തങ്ങളാണ്. ഇനി അല്ലാഹുവിൻ്റെ ഖൽഖ്, അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പ്, അതേപോലെ തന്നെ എല്ലാത്തിനെയും അല്ലാഹു ഉടമപ്പെടുത്തുന്നു, എല്ലാം നിയന്ത്രിക്കുന്നു എന്നത് അറിയിക്കുന്ന ചില ദൃഷ്ടാന്തങ്ങൾ കൂടി അല്ലാഹു പറയാണ്. വ ആയത്തുൽ ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തമാണ് അല്ലൈലു, രാത്രി. നമ്മളൊന്ന് ശരിക്ക് ചിന്തിച്ചാൽ ഒരു പിടുത്തവും കിട്ടാത്ത ദൃഷ്ടാന്തങ്ങളാണ് രാത്രി പകൽ എന്നുള്ളത്. വ ആയത്തുൽ ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തമാണ് അല്ലൈലു, രാത്രി. നസ്ലഖു മിൻഹു, ആ രാത്രിയിൽ നിന്നും നാം ഉരിച്ചെടുക്കുന്നു, അന്നഹാറ, പകലിനെ. അപ്പം രാത്രി പകലുകൾ ഇങ്ങനെ മാറി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അത് പെട്ടെന്നിങ്ങനെ ഉണ്ടാകുന്നതല്ല. നമ്മളൊരു ആടിനെ അറുത്ത് അതിനെ കെട്ടിത്തൂക്കി അതിൻ്റെ തോലുരിഞ്ഞെടുക്കുന്നത് പോലെ ഇങ്ങനെ വന്ന് കയറാണ് രാത്രി പകലിലേക്ക്. പകൽ ഇങ്ങനെ പോവാണ് രാത്രിയിലേക്ക്. ഫഇദാഹും മുദ്ലിമൂൻ, അങ്ങനെ രാത്രിയായാൽ അവരൊക്കെ ഇരുട്ടിലായി. അല്ലേ? വലിയൊരു ദൃഷ്ടാന്താണ്. അതെപ്പോഴിങ്ങനെ നോക്കിയതാ ഇപ്പം രാത്രി അങ്ങനെ പറയാൻ കഴിയില്ല. അതിങ്ങനെ വരികയാണ് രാത്രി. അതേപോലെ തന്നെ പകൽ ഇങ്ങനെ വരികയാണ്. കൃത്യസമയം പറഞ്ഞാൽ പെട്ടെന്ന് വെളിച്ചം വരും, പെട്ടെന്നില്ലാതെ നമ്മൾ ലൈറ്റ് ഓൺ ആക്കി ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ ഉണ്ടല്ലോ, ലൈറ്റ് ഓഫ് ആക്കിയാൽ പെട്ടെന്ന് ലൈറ്റായി, ഇരുട്ടായി. സ്വിച്ച് ഇട്ടാൽ പെട്ടെന്ന് ലൈറ്റായി. അങ്ങനെയല്ല രാപ്പകൽ ഉണ്ടാകുന്നത്. അതാണ് നസ്ലഖു മിൻഹു നഹാർ, അതങ്ങനെ ഉരിഞ്ഞെടുക്കുകയാണ്. വല്ലാത്ത വാക്കാണത്, വല്ലാത്ത വാക്കാണ്. ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് അതിൽ, അതിൻ്റെ പിറകിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ആൾക്കാർക്ക്. അതാണ് രാപ്പകലുകളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത്. അതിന് കാരണമാകുന്നതാണ് സൂര്യൻ. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സൂര്യൻ അല്ലാഹുവിൻ്റെ വലിയൊരു സൃഷ്ടിയാണ്. സൂര്യൻ അല്ലാഹുവിൻ്റെ സൃഷ്ടി മാത്രമാണ്. അല്ലാഹു അതിനെ സൃഷ്ടിച്ച് സംവിധാനിച്ചു. അതിന് ചില കൽപ്പനകളും അല്ലാഹു നൽകി. ആ കൽപ്പന അനുസരിച്ച്
അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. വശംസു സൂര്യൻ തജിരി അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ജറാജിരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സഞ്ചരിക്കുക, നീങ്ങുക. അപ്പോൾ വശംസു തജിരി സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ലിമുസ്തഖറിൻ ഒരു സ്ഥാനത്തേക്ക്, ലഹ അതിന് നിശ്ചയിക്കപ്പെട്ട. ഇപ്പോൾ സൂര്യൻ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തൊരു സ്ഥാനത്തേക്ക് അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. ആ ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ദാലിക അത്, ആ സൂര്യൻ അള്ളാഹു നിശ്ചയിച്ച ആ കണക്ക്, തഖ്ദീറുൽ അസീസിൽ അലീം പ്രതാപശാലിയായ എല്ലാം അറിയുന്ന, എല്ലാം അറിയുന്ന, ഒന്നും അവ്യക്തമല്ല, ഒന്നും അജ്ഞതയില്ല, അങ്ങനെ അറിയുന്ന അള്ളാഹു അതിന് നിശ്ചയിച്ച കണക്കാണത്. സൂര്യനെ പറ്റി പറയുമ്പോൾ അള്ളാഹു അതിൻ്റെ കണക്കാണ് പറഞ്ഞത് അല്ലേ. ഒരു സെക്കൻഡ് പോലും മാറൂല അത്. അതിന് അള്ളാഹു നിശ്ചയിച്ച സമയത്തിൽ ഒരു സെക്കൻഡ് പോലും അത് ഒന്ന് സ്പീഡാവോ ഒന്ന് സ്പീഡ് കുറയോ ഇല്ല. അതിന് നിശ്ചയിച്ച സമയത്ത് അത് കൃത്യമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ചന്ദ്രൻ, വൽ ഖമറ ചന്ദ്രൻ, ഖദ്ദർനാഹു നാം അതിനെ കണക്കാക്കി, മനാസില ചില സ്ഥാനങ്ങൾ, ഹത്ത ആദ കൽ ഉർജൂനിൽ ഖദീം, ഹത്ത ആദ അങ്ങനെ അത് മടങ്ങുന്നു. ചന്ദ്രൻ അതിന് ചില സ്ഥാനങ്ങൾ നാം നിശ്ചയിച്ചു, ഹത്ത ആദ അങ്ങനെ അത് മടങ്ങുന്നു, കൽ ഉർജൂനി അൽ ഖദീം പഴയ ഉണങ്ങിയ ഒരു ഈന്തപ്പനയുടെ മടല് എന്നല്ല പറയുക അതിന്, ആ മടല് ഉണങ്ങി വളഞ്ഞതുപോലെ ആ ഒരു രൂപത്തിലേക്ക് ആ ചന്ദ്രൻ ഇതാകുന്നു. നമുക്ക് ഇപ്പോൾ നമ്മൾ തേങ്ങ, നമ്മുടെ നാട്ടിൽ തേങ്ങയാണ്, തെങ്ങാണ്. ആ തെങ്ങിൽ തേങ്ങ ഉണ്ടാകുന്നൊരു സാധനം ഉണ്ടാവുമല്ലോ, ഇത്ര വളവും പിന്നെ കുറേ ഇതും, എന്താ പറയുക, കുറച്ചല്ല, എന്താ അതന്നെ, അപ്പോൾ തേങ്ങ ഉണ്ടാകുന്ന ആ സാധനം ഇങ്ങനെ ഉണ്ടാവും, ഇതാക്കിയിട്ട് പിന്നെ കുറേ ഇതും. അത് ഉണങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ വളയൂലേ? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ആദ കൽ ഉർജൂനിൽ ഖദീം പഴയ ഉണങ്ങിയ പഴയ ആ ഇത് എന്താണ് ആ സാധനം കുറച്ച അത് മടങ്ങുന്നത് പോലെ മടങ്ങിയ രൂപങ്ങൾ അള്ളാഹു അതിന് സംവിധാനിച്ചു. ചന്ദ്രൻ വലിയ ദൃഷ്ടാന്തമാണ് അള്ളാഹുവിൻ്റെ. എന്ന് പറയാണ് ലശംസു യംബഗീ ലഹാ സൂര്യന് യോജിച്ചതല്ല, അൻ തുദ്രികൽ ഖമറ ചന്ദ്രനെ കണ്ടെത്താൻ, അതൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല, ചന്ദ്രനൊക്കെ എത്തൂല. വലല്ലൈലു സാബിഖുൻ നഹാർ രാത്രി പകലിനെ മുൻകടക്കുകയുമില്ല. അതൊക്കെ അള്ളാഹു കൃത്യമായി നിശ്ചയിച്ചതാണ്. ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല. അത്രയും കൃത്യനിഷ്ഠതയോടുകൂടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഏതുവരെ? അള്ളാഹു നിശ്ചയിച്ച അജലെത്തുന്നത് വരെ. വകുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ അവ എല്ലാ കാര്യങ്ങളും ഫീ ഫലകിൻ അതിൻ്റെതായ ഭ്രമണപഥത്തിൽ, അതിന് അള്ളാഹു നിശ്ചയിച്ച രേഖയിൽ, യസ്ബഹൂൻ അതൊക്കെ നീന്തി തുടിക്കുന്നു. യസ്ബഹൂൻ എന്ന് പറഞ്ഞാൽ നീന്തുക എന്നർത്ഥം. അപ്പോൾ അതൊക്കെ എന്താണ് കൃത്യമായിട്ട് അതിൻ്റെ രേഖയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്തും അത് വ്യത്യാസം വരില്ല. ഒരു ദിവസം അബൂദർറിൻ റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ പള്ളിയിൽ ഇരിക്കുകയാണ്. ആ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് മദീന പള്ളിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യൻ അസ്തമിക്കാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാ സഹാബാക്കളും ഒരുമിച്ച് കൂട്ടി ചോദിച്ചു, യാ അബാദർ അതദ്രി ഐന തദ്ഹബു ഹാദിഹി ശംസ് അബൂദർ നിനക്ക് അറിയോ ഈ സൂര്യൻ എവിടത്തേക്കാണ് ഈ പോകുന്നത്? സഹാബി പറഞ്ഞു, അല്ലാഹു റസൂലു ആലം, അള്ളാഹുവിൻ്റെ റസൂലാണ് അറിയുന്നവർ, എനിക്കത് അറിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന് അള്ളാഹു നിശ്ചയിച്ചൊരു സ്ഥാനത്തേക്കാണ് അത് പോകുന്നത്, തഹ്തൽ അർശ് അർശിൻ്റെ താഴ്ഭാഗത്തേക്ക്. വഅലൈക്കും സലാം. ആ അർശിൻ്റെ താഴ്ഭാഗത്തേക്ക് ആ സൂര്യൻ പോകും. ഹത്താ യസ്ജുദ് അങ്ങനെ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിലായിട്ട് ആ സൂര്യൻ നിൽക്കും. സൂര്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിനെ മാത്രം അംഗീകരിക്കുന്ന സൃഷ്ടി. അർശിൻ്റെ താഴ്ഭാഗത്ത് സുജൂദിലായിട്ട് ആ സൂര്യൻ നിൽക്കും. ഏതുവരെ? അതിനോട് അത് ഉദിക്കേണ്ട സ്ഥാനത്തിൽ നിന്നും ഉദിക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നത് വരെ. ഉദിക്കേണ്ട സ്ഥാനത്ത് ഉദിക്കാൻ കൽപ്പിച്ചാൽ അത് പിറ്റേന്ന് എന്ത് ചെയ്യും? ഉദിക്കേണ്ട സ്ഥാനത്ത് നിന്ന് ഉദിക്കും. അങ്ങനെ അള്ളാഹു നിശ്ചയിച്ച അവധി എത്തിയാൽ അതിനോട് അള്ളാഹു പറയും, ഉത്ലുഉഹാ മിൻ മഗ്രിബിഹാ, നീ എന്ത് ചെയ്യണം?
നീ അസ്തമിക്കുന്ന സ്ഥാനത്തിൽ നിന്നും ഉദിക്കണം. അന്നെന്ത് ചെയ്യും? സൂര്യൻ പടിഞ്ഞാറിൽ നിന്നും ഉദിക്കും. അതാണ് ഖിയാമത്ത് നാളിൻ്റെ അടയാളം. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി. അതിങ്ങനെ പടിഞ്ഞാറിൽ നിന്നും ഉദിച്ചുയരുന്നത് കാണുമ്പോൾ എല്ലാവരും വിശ്വസിക്കും. കാരണം കണ്ണുകൊണ്ട് കാണല്ലേ, എല്ലാവരും വിശ്വസിക്കും. പക്ഷെ എന്തില്ല? ലാ യൻഫഉ ഈമാനുഹും, അവരുടെ ഈമാൻ, ആ സമയത്തുള്ള തൗബ, അവരുടെ ഈമാൻ യാതൊരു കാരണവശാലും ഉപകാരപ്പെടുകയില്ല. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂര്യൻ പടിഞ്ഞാറിൽ നിന്നും ഉദിക്കുന്നതിന് മുമ്പുള്ള തൗബ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. ഒരു സംശയം അതിലില്ല. പടിഞ്ഞാറിൽ നിന്ന് ഉദിച്ചാൽ ആ തൗബ സ്വീകരിക്കപ്പെടുകയില്ല. കാരണം ഒരു ഭാഗത്ത്, മശ്രിഖിൻ്റെ ഭാഗത്ത് ഒരു വലിയ കവാടം, വാതിൽ അള്ളാഹു തുറന്നിട്ടിട്ടുണ്ട് തൗബയ്ക്ക് വേണ്ടി. ആ വാതിലുകൾ അടക്കപ്പെടും. അത് അടച്ചാൽ പിന്നെന്തില്ല? തൗബയില്ല, ഇസ്ലാമില്ല. അതിനുശേഷമുള്ള ഈമാൻ ആർക്കും ഉപകാരപ്പെടുകയില്ല. അതാണ് ഖിയാമത്ത് നാളിൻ്റെ ആരംഭമാണത്. ഇനി കാര്യങ്ങളൊക്കെ ഇപ്പം പകലിനെ സംബന്ധിച്ചും രാത്രിയെ സംബന്ധിച്ചും അതിങ്ങനെ മാറി മാറി ദിവസങ്ങൾ ഇങ്ങനെ മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സംബന്ധിച്ചാണ് അള്ളാഹു ഈ പറയുന്നത്. അതിലെന്തില്ല? ഒരാൾക്കും കൈകടത്താൻ കഴിയില്ല. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അള്ളാഹു നിശ്ചയിച്ച രേഖയിൽ അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾക്കും അതിലെന്തില്ല? കൈകടത്താൻ കഴിയില്ല, ഒരു ശക്തിക്കും. അതൊരു മുവഹിദിൻ്റെ ഉറച്ച വിശ്വാസമാണ്. അതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. മറ്റൊരായത്തിൽ എന്താ പറയാണ്? നിങ്ങൾ ഈ കാണുന്ന രാത്രി ഇരുട്ട്, ആ ഇരുട്ടിനെ അള്ളാഹു സർമദൻ, അത് ഇരുട്ടായിട്ട് ഇങ്ങനെ തുടർത്തിയാൽ മന്യതീകും ബിളിയ, നിങ്ങൾക്കാരാണ് പകലിൻ്റെ വെളിച്ചത്തെ കൊണ്ടുവരിക? ഒരാൾക്കും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. വെല്ലുവിളിയാണ് അള്ളാഹുവിൻ്റെ. ഇനി ഈ പകലിനെ അള്ളാഹു ഇങ്ങനെ സ്ഥിരമാക്കി തുടർത്തിയാൽ മന്യതീകും ബിലൈലിൻ തസ്കുനൂന ഫീഹ്, നിങ്ങൾ വിശ്രമിക്കുന്ന രാത്രിയെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ ആരെ കൊണ്ട് കഴിയും? ഇല്ല, കഴിയില്ല. അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. അപ്പം ഈ ഭൂമിയെ, സൂര്യൻ, ചന്ദ്രൻ, രാപ്പകലുകൾ, ഈ വിഷയങ്ങളൊക്കെ ഈ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് എന്താണ്? അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ ഏകത്വം, അള്ളാഹുവിൻ്റെ തൗഹീദ് ഉൾക്കൊള്ളാൻ കഴിയും. ഒരു സൃഷ്ടിക്കും ഇതിൽ യാതൊരു കൈകടത്തലുമില്ല, ഒരാൾക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയുമില്ല എന്ന് ശരിക്കും ഉറപ്പാവും. ഏതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇൻകസഫത്തി ഷംസ്, സൂര്യഗ്രഹണം ബാധിച്ചു. അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം മരണപ്പെട്ട ദിവസമാണ്. സഹാബാക്കൾ ഇങ്ങനെ സൂര്യൻ ഗ്രഹണം ബാധിച്ചത് കണ്ടപ്പോൾ അവരൊക്കെ പറഞ്ഞു, ഇൻകസഫത്തി ഷംസു ലിമൗത്തി ഇബ്രാഹിം, റസൂലിൻ്റെ മകൻ ഇബ്രാഹിം മരണപ്പെട്ട ആ സങ്കടത്തിൽ ആ സൂര്യന് ഗ്രഹണം ബാധിച്ചിരിക്കുന്നു. ആ മരണത്തെ അതുമായി ബന്ധപ്പെടുത്തി. അങ്ങനെ വലിയ വാതിൽ സഹാബാക്കൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും ഒരുമിച്ച് കൂട്ടി എന്നിട്ട് പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാഹ്, സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി, ഒരാളുടെ ജന്മത്തിനും ഒരാളുടെ മരണത്തിനും അതിന് ഗ്രഹണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് അള്ളാഹുവിനെ മാത്രം അംഗീകരിച്ച് ജീവിക്കുന്ന രണ്ട് ജീവികളാണ്, സൂര്യനും ചന്ദ്രനും. മറ്റൊരാൾക്കും അതിൽ കൈകടത്താനും കഴിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ തിരുത്തി. ഒരാളെ മരിച്ചാൽ അതുമായിട്ട് എന്തില്ല, പ്രപഞ്ചത്തിനൊന്നും സംഭവിക്കൂല. അത് അള്ളാഹിൻ്റെ തീരുമാനപ്രകാരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ജനിച്ചതിൻ്റെ പേരിൽ പ്രപഞ്ചത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. അത് അള്ളാഹിൻ്റെ തീരുമാനപ്രകാരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. വലിയ ഗൗരവത്തിൽ നമ്മൾ ഈ ഹദീസിനെ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരുണ്ട്, ചില അന്ധവിശ്വാസങ്ങൾ. എന്താണ് ഇത്? പ്രത്യേകിച്ച് മുഹറം മാസം നെഹ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസങ്ങളുണ്ട്. നെഹ്സിൻ്റെ മലയാളത്തിൽ എന്താ പറയുക? ദുശകുനം. ദുശകുനം അഥവാ നടക്കാനിരിക്കുന്നൊരു സംഭവത്തെ അല്ലെങ്കിൽ നടന്നൊരു സംഭവത്തെ ഏതെങ്കിലും ഒരു അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക് ചേർത്തി പറയാം. അതാണ് ദുശകുനം. അഥവാ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് രാവിലെ. ആ ഇറങ്ങുന്ന സമയം കാക്ക കരയുന്നത് കേട്ടു. അപ്പം തന്നെ തിരിച്ചു വരുക, ഇന്ന് ഒരു കാര്യത്തിനും പുറത്തു പോകാൻ പാടില്ല.
സൂര്യചന്ദ്രനങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്താണ്. അവയുടെ കാര്യത്തിൽ, അവയെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഒരാൾക്കും ഒരു കൈകടത്തലുമില്ല. ഒരാൾ ജനിച്ചാലും മരിച്ചാലും ഒന്നും ബാധിക്കുന്നില്ല. പക്ഷേ ഈ ഒരു കാക്കേൻ്റെ കരച്ചിലാണ് ഇവനിക്ക് പ്രയാസപ്പെടുത്തിയത്. ഓനെന്തെയും ആ ചെയ്യേണ്ട പണി ഒഴിവാക്കി നാളത്തേക്ക് മാറ്റി വെച്ചു. അല്ലെങ്കിൽ വീട് കൂടേണ്ട ദിവസം, അല്ലെങ്കിൽ നിക്കാഹ് നിശ്ചയിക്കുന്ന ദിവസം ഇങ്ങനെ നോക്കും, മുഹൂർത്തം നോക്കും. മറ്റുള്ള ആൾക്കാർ നോക്കുന്നതിൽ മുഹൂർത്തം നോക്കും. മറ്റുള്ള ആൾക്കാർ നോക്കുന്നത് പോലെ മുഹൂർത്തം നോക്കുക. ദിവസം നിശ്ചയിക്കുക, ഈ ദിവസം നല്ല ദിവസമാണ്, ഇന്ന ദിവസം നെഹ്സാണ്. എന്താണ് ഈ നെഹ്സ്? ഇസ്ലാമിൽ അങ്ങത്തൊന്ന് പരിചയമില്ല. ഒരു മുവഹിദിൻ്റെ വിശ്വാസം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നു, നിശ്ചയിക്കുന്നു, അത് സംഭവിക്കുന്നു. എനിക്കൊരു എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചാൽ, ഒരു ബുദ്ധിമുട്ട് പ്രയാസം വന്നാൽ അത് ബിഖളാഇല്ലാഹി വ ഖദരിഹി, അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം, അള്ളാഹിൻ്റെ വിധി പ്രകാരം എനിക്കുണ്ടായതാണ്. ഒരാളിങ്ങനെ ഇറങ്ങാൻ, അപ്പോൾ ഒരു കറുത്ത പൂച്ച കുറുകെ ചാടി, ഓനാകെ തകർന്നു. ഓനിക്ക് എന്തും തിരിയുന്നില്ല. ആ എന്തുദ്ദേശത്തിലാണോ വീട് വിട്ടിറങ്ങിയത് അത് മാറ്റിവെച്ച് തിരിച്ച് വീട്ടിലേക്ക് കയറി. കാരണം എന്താണ്? ദുശ്ശകുനം. ഒരു പൂച്ച കുറുകെ ചാടിയാൽ എന്തോ സംഭവിക്കുമെന്നുള്ളൊരു വിശ്വാസം. പ്രിയമുള്ളവർ, അത് തെറ്റാണ്. ജാഹിലിയ സമ്പ്രദായമാണ് അത്. ഇസ്ലാമിൽ അങ്ങനത്തൊന്നില്ല. ഇസ്ലാമിൽ എന്താണ്? എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും, ഒരു ഇല അനങ്ങുന്നുണ്ടെങ്കിൽ അത് അള്ളാഹിൻ്റെ തീരുമാനപ്രകാരമാണ്. മറ്റൊരാൾക്കതിൽ കൈകടത്താനില്ല. ഏറ്റവും വലിയ സൃഷ്ടികളായ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന സൂര്യൻ, ചന്ദ്രൻ, ഇവകളൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ഇങ്ങനെ ചലിക്കാണ്. ഒരു സെക്കൻഡ് പോലും മാറുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. ഇനി ദുനിയാവിൽ എന്തുണ്ടെങ്കിലും അള്ളാഹിൻ്റെ തീരുമാനപ്രകാരം മാത്രമേ അത് സഞ്ചരിക്കൂ. അങ്ങനെ അള്ളാഹ് പരിചയപ്പെടുത്തിയത്. നമ്മളൊരു കാക്ക ഉറക്കുമ്പോഴേക്കും, ഒരു പൂച്ച കുറുകെ ചാടുമ്പോഴേക്കും എന്തൊക്കെയോ സംഭവിക്കുന്നെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ അള്ളാഹുടെ വിശ്വാസം അവിടെ പോയി. നമുക്ക് മുമ്പിൽ ഒരു നമുക്ക് സൃഷ്ടിച്ച് നമ്മളെ പരിപാലിക്കുന്ന, നിയന്ത്രിക്കുന്ന, ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു റബ്ബ് നമുക്കുണ്ട്. ആ റബ്ബിൻ്റെ തീരുമാനപ്രകാരമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു മുവഹിദ്, ഓൻ സഞ്ചരിക്കുമ്പോൾ, യാത്ര തുടങ്ങുമ്പോൾ കുറുകെ ഒരു പൂച്ച ചാടിയാൽ, അല്ലെങ്കിൽ ഒരു കാക്ക ഇതാക്കിയാൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം എത്രയോ വികലമായിരിക്കുന്നു. റസൂലിൻ്റെയും സഹാബാക്കളുടെയും വിശ്വാസത്തിൽ നിന്നും, ആ ദീനിൽ നിന്നും നമ്മൾ എത്രയോ പിറകോട്ട് പോയിരിക്കുന്നു. ചില ആൾക്കാരുണ്ട്, ഈ രാവിലെ തന്നെ എണീച്ച് നോക്കൂലേ, എന്താ പറയുക, എന്താ പറയുക, കണി കാണുക. അങ്ങനത്തെ ആൾക്കാരുണ്ട് മുസ്ലിമീങ്ങളിൽ. കണി കാണുക. ഇന്ന് ആരെങ്കിലും നല്ലൊരു മുഖത്തെ കണി കണ്ടാൽ എനിക്കിന്ന് സന്തോഷമാണ്. എടോ, നീ ആരെ കണ്ടാലും നിനക്ക് അള്ളാഹു എന്താണോ തീരുമാനിച്ചത് അത് സംഭവിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീത്ത് പഠിച്ചു. നമ്മൾ ഈ വിശ്വാസത്തിലേക്കും, ഈ അന്ധവിശ്വാസങ്ങളിലേക്കും, ഇങ്ങനെയുള്ള പൊട്ടൻ ആശയങ്ങളിലേക്കും പോയത് എന്തുകൊണ്ടാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീത്ത് നമ്മൾ പഠിച്ചില്ല. നമ്മൾ ദീൻ പഠിച്ചത് പാരമ്പര്യമായിട്ട് ഇങ്ങനെ എഴുതോ കേട്ട കഥകളായി പഠിച്ചു ദീനിനെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അഖ്തഅക ലം യകുൻ ലിയുസീബക വമാ അസാബക ലം യകുൻ ലിയുഖ്തിയക. പ്രിയമുള്ളവരെ, മനസ്സറിഞ്ഞ് കേൾക്കേണ്ട ഹദീസാണ്. നമ്മളെ റസൂൽ നമ്മളെ പഠിപ്പിച്ച ഹദീസാണ്. നമ്മുടെ അഖീദ, നമ്മുടെ വിശ്വാസം. ഒരു മുവഹിദ്, ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുസ്ലിമാണ് ഇന്ന് ഒരു കാക്ക പാറിയാൽ, ഒരു കാക്ക കരഞ്ഞാൽ, ഒരു പൂച്ച കുറുകെ ചാടിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടാൽ ഓൻ ഉദ്ദേശിച്ചിറങ്ങിയൊരു വലിയ കാര്യം മാറ്റി വെക്കുകയാണ്. എന്തിന്? ആ ഒരു പൂച്ച ചാടിയതിൻ്റെ പേരിൽ. ഓൻ എന്ത് മുവഹിദ, ഓൻ എന്ത് മുഅ്മിന? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അസാബക ലം യകുൻ ലിയുഖ്തിഅക. മോനെ, നിനക്ക് സംഭവിച്ചൊരു കാര്യം അത് അള്ളാഹു നിനക്ക് തീരുമാനിച്ചതാണ്. അതൊരിക്കലും എന്തില്ല, സംഭവിക്കാതിരിക്കൂല. വമാ അഖ്തഅക, എന്ന് നിനക്ക് കിട്ടാതിരുന്നൊരു കാര്യം, നിന്റെ ജീവിതത്തിൽ നിനക്ക് ലഭിക്കാതിരുന്നൊരു കാര്യം, ലം യകുൻ ലിയുസീബക, അത് നിനക്ക് ലഭിക്കേണ്ടതല്ല, അത് അള്ളാഹു അങ്ങനെ തീരുമാനിച്ചതാണ്, നിനക്കത് ലഭിക്കൂല. എന്നൊക്കെ ആ ഒരു വിശ്വാസം വെച്ച് പുലർത്തുന്ന മുഅ്മിന് ഒരു പൂച്ച ചാടിയാൽ എന്താ, ഒരു പോത്ത് ചാടിയാൽ എന്താ, ഓനെന്താ വിശ്വസിക്കുക? എൻ്റെ ജീവിതത്തിൽ ഓരോ സെക്കൻഡുകളിലും എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ബിഖളാഇല്ലാഹി വ ഖദരിഹി, അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിൻ്റെ കാര്യം വലിയ അത്ഭുതമാണ്. ഇൻ അസാബഹു ദർറ, അവനിക്ക് എന്തെങ്കിലും പ്രയാസം ബാധിച്ചാൽ, സ്വബറ, അവൻ ക്ഷമിക്കും. എന്തിൻ്റെ പേരില ക്ഷമിക്കുക? ഇത് അള്ളാഹിൻ്റെ തീരുമാനമാണ്. ഞാനതിൽ ക്ഷമിക്കുന്നു. എനിക്കെന്ത് വേണം?
ഇത് ക്ഷമിച്ചതിൻ്റെ പേരിൽ നാളെ ആഖിറത്തിൽ അതിൻ്റെ പകരം അള്ളാഹു പ്രതിഫലം നൽകണം. വഇൻ അസാബത്ഹു സറാഉ ശകറ, ഇനി എന്തെങ്കിലും ഖൈർ ഓനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഓനെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശകറ, ഓൻ അള്ളാഹുവിന് ശുക്റുള്ളവനാവും. കാരണം എന്താ? അത് അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഈ ഒരു വിശ്വാസം വെച്ച് കൊടുക്കുന്ന മുഅ്മിൻ ഓൻ എങ്ങനെ ഇങ്ങനെ നഹ്സിൻ്റെ ആൾക്കാരാവുക? പ്രത്യേകിച്ച് ഷഹറുല്ലാഹിൽ മുഹറം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പവിത്രമാക്കി പഠിപ്പിച്ച മാസം അല്ലേ? ഖുർആനിൽ പവിത്രമായി പറഞ്ഞ വലിയ പുണ്യമുള്ള മാസങ്ങളായി പറഞ്ഞ മുഹറം മാസത്തിൽ ഇങ്ങനൊരു ദുഷഗുണം നഹ്സ് എന്ന പേരിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, അത് വിശ്വാസമായി വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ശരിയായ ദീനിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും കാണിച്ചെന്ന ആ ശരിയായ ദീനിൽ നിന്നും നീ എത്രയോ പിറകിലാണ്. നിനക്ക് ഹക്ക് മനസ്സിലായിട്ടില്ല, നീ ഹക്കിലല്ല, നീ ശരിയിലല്ല. കാരണം അള്ളാഹിൻ്റെ റസൂലിൻ്റെ ദീനിൽ അങ്ങനത്തെ ഒരു വിശ്വാസമില്ല. എന്തും ഒരു ഇല അനങ്ങുന്നുണ്ടെങ്കിൽ പോലും അത് അള്ളാഹിൻ്റെ തീരുമാനമാണ്. അതല്ലേ വൽ ഖദ്റു ഖൈറുഹു വശർറുഹു മിനല്ലാഹി തആല. ഈമാൻ ആറാമത്തെ കാര്യമല്ലേ ഖദറിലുള്ള വിശ്വാസം. എന്ത് ഷർറും എന്ത് ഖൈറുണ്ടെങ്കിലും മിനല്ലാഹി തആല, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ആ വിശ്വാസത്തല്ലേ ഇല്ലാതാക്കിയത്? ആ വിശ്വാസത്തല്ലേ ഒരു കാക്ക പറഞ്ഞപ്പോൾ ഇല്ലാതാക്കിയത്? അല്ലെങ്കിൽ ആരെങ്കിലും വേറൊരുത്തൻ്റെ മുഖം കണ്ടതിൻ്റെ പേരിൽ, കണി കണ്ടതിൻ്റെ പേരിൽ ഇല്ലാതാക്കിയത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, യഥാർത്ഥ ദീൻ അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആ മകൻ മരിച്ചപ്പോൾ, ഇബ്രാഹിം എന്ന മകൻ മരണപ്പെട്ടപ്പോൾ സഹാബാക്കൾ പേടിച്ചു ഈ സൂര്യഗ്രഹണം കണ്ടപ്പോൾ. അത് റസൂലിൻ്റെ മോൻ്റെ മരണത്തിനെ അവർ ബന്ധിപ്പിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി സഹാബാക്കളെ. എന്തല്ല, ഒരാളുടെ ജീവിതത്തിനും ഒരാളുടെ മരണത്തിനും യാതൊരു ബന്ധവുമില്ല, അതങ്ങ് സംഭവിക്കും. അതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ ഇടയിൽപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, കാര്യങ്ങൾ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുക. അവിടുന്ന് ഇവിടുന്ന് കേട്ടതല്ല നമ്മുടെ ദീൻ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും സഹാബാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് നാം ദീൻ മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്. മുഹറം ആദ്യത്തെ 10 മുഴുവൻ നഹ്സാൻ. അന്നെന്തില്ല, വിവാഹ നിശ്ചയം ഉണ്ടാവില്ല, നിക്കാഹ് ഉണ്ടാവില്ല, പുതിയ വീട് കൂടലുണ്ടാവില്ല, പുതിയ കമ്പനി തുടങ്ങൂല, പുതിയ ഷോപ്പ് ഉദ്ഘാടനം കഴിക്കൂല, പുതിയ ജോലിക്ക് പ്രവേശിക്കൂല. പ്രിയമുള്ളവരെ, എങ്ങോട്ട് പോയി? ഇതേതാ ദീൻ? അള്ളാഹിൻ്റെ ദീൻ അങ്ങനെ ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ അങ്ങനെ ഇല്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചവും അതിലുള്ള സകല വസ്തുക്കളും അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്. അതിലൊരു വ്യത്യാസവും ഖിയാമത്ത് നാൾ വരെ വരികയില്ല എന്നതൊരു ദൃഷ്ടാന്തമായിട്ട് മുവഹിദീങ്ങളെ പഠിപ്പിക്കുന്നത്. ഷിയാക്കൾക്ക് മുഹറം മാസം വലിയ കണ്ണീരിൻ്റെ മാസമാണ്. കാരണം കർബല ഉണ്ടായത് അങ്ങനെയാണല്ലോ, ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഷിയാക്കൾ പല കഥകളും പ്രചരിപ്പിച്ചിട്ടുണ്ട് കർബലയുടെ വിഷയത്തിൽ. യഥാർത്ഥത്തിൽ കുറച്ച് പറയല്ലേ ചരിത്രം. കർബല ഹുസൈൻ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പേരക്കുട്ടികളാണ്, ഹസൻ, ഹുസൈൻ. ഹിജ്റയ്ക്ക് ശേഷം ഫാത്തിമ, അലി റളിയല്ലാഹു അൻഹുമ 2 ആൾക്കാരുടെ വിവാഹം നടന്നു. ഹിജ്റ 2-ാം വർഷം ബദ്ർ യുദ്ധത്തിന് ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രസവിച്ചു ഹസൻ. അലി റളിയല്ലാഹു അൻഹു ഹർബ് എന്ന് പേരിട്ടു. ഹർബ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തി, ഹർബ് എന്ന് വേണ്ട, അതിനർത്ഥം യുദ്ധം എന്നാണ്, ഹസൻ എന്നിടാം. അങ്ങനെ പേര് ഹസൻ എന്നിട്ടു. ഹിജ്റ 3-ാം വർഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ 2ാമത് പ്രസവിച്ചു. അലി റളിയല്ലാഹു അൻഹു ഹർബ് എന്ന് പേര് വെച്ചു. റസൂൽ വീണ്ടും തിരുത്തി, ഹുസൈൻ. റസൂൽ പേര് വെച്ചു. 2 മക്കൾക്കും അള്ളാഹിൻ്റെ റസൂലാണ് പേര് വെച്ചത്. അതുപോലെ തന്നെ 2 ആൾക്കാർക്കും അഖീഖ അറുത്തതും അള്ളാഹിൻ്റെ റസൂലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുമ റൈഹാനത്തായ ഫിദ്ദുന്യ. ആ 2 മക്കൾ ദുനിയാവിൽ എൻ്റെ സുഗന്ധങ്ങളാണ്. അത്രയും സ്നേഹിച്ചു അള്ളാഹിൻ്റെ റസൂൽ. ഒരിക്കൽ മിമ്പറിൽ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ പള്ളിയിലേക്ക് കയറി വന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ മക്കളെ കണ്ടപ്പോൾ മിമ്പറിൽ നിൽക്കാൻ കഴിയുന്നില്ല. നല്ല ചുവന്ന വസ്ത്രത്തിലാണ് 2 മക്കളും വന്നത്.
റസൂൽ ഖുതുബ നിർത്തി മിമ്പറിൽ നിന്നിറങ്ങി 2 മക്കളെയും എടുത്ത് തിരിച്ചു കയറി ഖുതുബ ആരംഭിച്ചു. അത്ര ഇഷ്ടമാണ് അള്ളാഹിൻ്റെ റസൂൽ. മദീനയിൽ റസൂൽ എന്ത് ചെയ്യും? 2 മക്കളെയും ചുമലിലേറ്റി ഇങ്ങനെ നടക്കും മദീനയിലെ തെരുവുകളിലൂടെ. മറ്റുള്ള കുട്ടികൾ കണ്ടാൽ പറയും, ഹസൻ ഹുസൈൻ 2 ആൾക്കാർക്കും കിട്ടിയ വാഹനം എത്ര നല്ല വാഹനമാണ് അള്ളാഹിൻ്റെ റസൂലിന്. അങ്ങനെ കളിപ്പിക്കുമായിരുന്നു അള്ളാഹിൻ്റെ റസൂൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസൈൻ അള്ളഹാന് പറയാണ്, ഞാനൊരിക്കൽ റസൂലിൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു. റസൂലിൻ്റെ വലത് ഭാഗത്ത് ഞാൻ തുടയിൽ കയറിയിരുന്നു. ഇടത് ഭാഗത്ത് ഉസാമ കയറിയിരുന്നു. ഉസാമത്തുൻ സെയ്ദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രൻ്റെ മകൻ ഉസാമ. റസൂൽ നമ്മൾ 2 ആളെയും ചേർത്ത് പിടിച്ചു, നമുക്ക് വേണ്ടി ദുആ ചെയ്തു, ചുംബിച്ചു. അത് പറയുന്നത് എന്താണ്? മക്കൾ കേൾക്കുന്ന രീതിയിൽ ദുആ ചെയ്യണം മക്കൾക്ക് വേണ്ടിയിട്ട്. നമ്മൾ ഇന്ന് നമ്മുടെ ആൾക്കാർ എന്താണ്, നമ്മുടെ മാതാപിതാക്കൾ എന്താ ചെയ്യുക? നമ്മുടെ നാട്ടിലെ രക്ഷിതാർത്ഥികൾ ശപിക്കും, മക്കൾ കേൾക്കുന്ന രീതിയിൽ ഒച്ചത്തിൽ ശപിക്കും. ദുആ ചെയ്യുന്നതൊക്കെ എന്താണ്? നിസ്കാരത്തിന് ശേഷം അല്ലാണ്ട് മക്കൾ കേൾക്കാത്ത രീതിയിൽ. മക്കൾ കേൾക്കുന്നില്ല നമ്മൾ ദുആ ചെയ്യുന്നത്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയിരുന്നില്ല. മക്കൾ കേൾക്കുന്ന രീതിയിൽ അല്ലാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്യും. അത് മക്കൾക്കൊരു ആവേശമാണ്, അതൊരു സ്നേഹം വർദ്ധിക്കലാണ്, ഒരു സന്തോഷമാണ്. പറയാണ്, എനിക്കും ഹുസൈനും ഉസാമ റളിയല്ലാഹു പറയാണ്, എനിക്കും എന്നെയും ഹുസൈനെയും റസൂൽ ചേർത്ത് പിടിച്ചു, നമ്മളെ ചുംബിച്ചു, നമുക്ക് വേണ്ടി ദുആ ചെയ്തു, ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. അതൊരു സുന്നത്താണ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ. മക്കൾ കേൾക്കുന്ന രീതിയിൽ ഉച്ചത്തിൽ ദുആ ചെയ്യുക എന്നുള്ളത് അതങ്ങനെ തന്നെ ചെയ്യണം. അപ്പം അത്രയും സ്നേഹത്തോടെ റസൂൽ വളർത്തിയ 2 മക്കളാണ്. ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട് മുട്ടി, വാതിൽ മുട്ടി. ഫാത്തിമ, അലി, ഹസൻ, ഹുസൈൻ 4 ആൾക്കാരുടെ വീടാണ്, ചെറിയ വീടാണ്. 4 ആൾക്കാരും പുറത്തേക്ക് വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മേൽമുണ്ടെടുത്ത് ആ ചെറിയ പുതപ്പെടുത്തിട്ട് എന്ത് ചെയ്തു? ആ 4 അംഗ കുടുംബത്തെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഹാ ഉലായി അഹ്ലി ബൈത്തി, അല്ലാഹുവേ ഇതെൻ്റെ കുടുംബമാണ്. ഫതഹിറുഹും തത്ഹീറ, അല്ലാഹുവേ നീ ഇവരെ ശുദ്ധീകരിക്കണേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബമാണ്, വേറെ ആരും അല്ലാഹുവിൻ്റെ റസൂലിന് മക്കളില്ല, എല്ലാവരും മരണപ്പെട്ടില്ലേ. ബാക്കിയായ ചെറിയ ആ മക്കളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ഫാത്തിമ റളിയല്ലാഹു അൻഹയിലൂടെ. ആ കുടുംബത്തെ ചേർത്ത് പിടിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തു. അതിനുശേഷമാണ് അഹ്ലു കിസ എന്ന് പേര് വന്നത്, പുതപ്പിൻ്റെ ആൾക്കാരെന്ന് ആ കുടുംബത്തിന് പേര് വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പറഞ്ഞു, എൻ്റെ ഈ 2 മക്കൾ സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ് എൻ്റെ ഈ 2 മക്കൾ. ഹസൻ റളിയല്ലാഹു കാണാൻ റസൂലിനെ പോലെ തന്നെയായിരുന്നു, അത്രയും രൂപസാദൃശ്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 2 മക്കളെയും അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങനെ സ്നേഹിച്ച് വളർത്തി. ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ ജിബ്രീൽ റസൂലായിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നു. വീട്ടിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ ആ റൂമിൻ്റെ വാതിലിൻ്റെ അടുക്കൽ നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഇന്ന് ആരെയും വീട്ടിലേക്ക് അകത്തേക്ക് കടത്തി വിടാൻ പാടില്ല. റസൂൽ ജിബ്രീലുമായിട്ട് സംസാരിക്കുകയാണ്. ഉമ്മു സലമ ഇങ്ങനെ വാതിലിൻ്റെ അടുക്കൽ നിന്നു, ആരെയും കടത്തി വിടുന്നില്ല. ആ സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്നു. ചെറിയ കുട്ടിയാണ്, ഓടിച്ചാടി വന്നു. ഉമ്മു സലമയെ മറികടന്ന് റൂമിലേക്ക് കയറി, റസൂലിൻ്റെ റൂമിലേക്ക് കയറി. നേരെ ചാടി കയറി ഇരുന്നത് റസൂലിൻ്റെ മടിയിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മകനെ ചേർത്ത് പിടിച്ച് ചുംബിച്ചു. ഇത് കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, താങ്കൾ ഈ മകനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? റസൂൽ പറഞ്ഞു, അതെ, എൻ്റെ ഈ മകനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ജിബ്രീൽ ചോദിച്ചു, ഈ മകൻ താങ്കളുടെ ഉമ്മത്തിനാൽ കൊല്ലപ്പെടും, താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മകൻ കൊല്ലപ്പെടുന്ന ആ സ്ഥലം ഞാൻ താങ്കൾക്ക് കാണിച്ചു തരാം. റസൂൽ ആന്ന് പറഞ്ഞു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുത്തെ ഒരു പിടി മണ്ണ് വന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തു. ചുവപ്പും കറുപ്പും കലർന്ന മണ്ണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ആ മണ്ണ് വസ്ത്രത്തിൽ ശേഖരിച്ചു വെച്ചു. എന്നിട്ട് പറയുമായിരുന്നു, ആ നാട്ടിൽ നമ്മൾ കർബല എന്നാണ് പറയാറ്.
അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ കൊല്ലപ്പെടുമെന്നുള്ളത്, ഷഹീദാക്കപ്പെടുമെന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം, വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ്, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ 4 ഖലീഫമാരുടെയും ഖിലാഫത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹു ഷഹീദാക്കപ്പെട്ടപ്പോൾ മകൻ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. 6 മാസം ഭരണം നടത്തി. 6 മാസത്തിന് ശേഷം, ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങളായിരുന്നു. അഥവാ അലി കുടുംബത്തെ അംഗീകരിക്കാത്തൊരു വിഭാഗം ആൾക്കാർ, മറുവിഭാഗം അലി കുടുംബത്തെ മാത്രം അംഗീകരിക്കുന്നവർ, അങ്ങനെ പ്രശ്നങ്ങളായിരുന്നു. ആ സമയത്ത് ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു ഭരണം പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടി, കുഴപ്പങ്ങളില്ലാതിരിക്കാൻ വേണ്ടി ഭരണം മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് ഭരണം മുആവിയയിലേക്ക് മാറുന്നത്, ഉമവി കുടുംബത്തിലേക്ക് മാറുന്നത്. അങ്ങനെ ഏൽപ്പിക്കാൻ 2 കാരണമുണ്ട്. ഒന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മുൻകൂട്ടി പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ ഈ മകൻ സയ്യിദാണ്, നേതാവാണ്. ഈ മകനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ഉമ്മത്തിൽ രഞ്ജിപ്പുണ്ടാക്കും, സുൽഹുണ്ടാക്കും. അപ്പോൾ ഈ ഹസൻ റളിയല്ലാഹു അൻഹു ഈ പ്രവർത്തനത്തിലൂടെ എന്തുണ്ടായി? വലിയൊരു യുദ്ധത്തിന് തയ്യാറെടുത്ത മുഅ്മിനീങ്ങൾ ഒന്നിച്ചു. ആ യുദ്ധം ഇല്ലാതായി. കാരണം മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു ഉമവി കുടുംബത്തിലാണ്. ആ കുടുംബത്തെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. സിറിയക്കാരും കൂഫക്കാരും എല്ലാ വിഭാഗക്കാരും ആ ഉമവി കുടുംബത്തെ അംഗീകരിക്കുന്നുണ്ട്. അതൊരു കാരണം. രണ്ടാമത്തേത്, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്, അഥവാ ഖുറൈശികളുടെ നേതാക്കന്മാരിൽപ്പെട്ട ആൾക്കാരാണ്. ആ കുടുംബത്തിന് എന്തുണ്ട്? നേത്രപാഠവുമുണ്ട്. നേതാവായിട്ട് ഒരു സമൂഹത്തെ നയിക്കാനുള്ള കഴിവ് ആ കുടുംബത്തിനുണ്ട്. അങ്ങനെയാണ് മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുമ അവർക്ക് ഖിലാഫത്ത് കിട്ടുന്നത്, ഭരണം കിട്ടുന്നത്. അദ്ദേഹം ഭരണം നടത്തി, നല്ല രീതിയിൽ ഭരണം നടത്തി, സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഹിജ്റ 60 മകൻ യസീദ് ബിൻ മുആവിയ ഭരണമേറ്റെടുത്തു. ആ സമയം ചില സഹാബാക്കൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നതിൽ നിന്നും മാറി നിന്നു. അതിന് ചില കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ടവരാണ് ആര്? ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ സുബൈർ, അബൂ ഹുറൈറ അബ്ദുല്ലാഹി ബിൻ അനസ് ബിൻ മാലിക്, അബ്ദുല്ലാഹി ബിൻ ഉമർ, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ്. അങ്ങനെ പ്രഗത്ഭരായ സഹാബാക്കൾ അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യുന്നതിൽ നിന്നും മാറി നിന്നു. പറഞ്ഞ 2 കാരണങ്ങൾ. ഒന്ന്, ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയക്ക് ഭരണമേൽപ്പിക്കുമ്പോൾ മരണത്തിന് ശേഷം തിരിച്ചങ്ങോട്ട് തന്നെ ഭരണം കൊടുക്കണം എന്നൊരു കരാറുണ്ടായിരുന്നു. രണ്ടാമത്തത്, അന്ന് യസീദിനേക്കാൾ മുഅ്മിനീങ്ങളുടെ ഖലീഫയാകാൻ യോഗ്യരായ മറ്റുള്ള പല ആൾക്കാരും ഉണ്ടായിരുന്നു. യസീദിനേക്കാൾ യോഗ്യരുണ്ടായിരുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. യസീദിനേക്കാൾ യോഗ്യർ അന്നുണ്ടായിരുന്നു. ഈ 2 കാരണങ്ങളാലാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു അതേപോലത്തെ പ്രമുഖരായ സഹാബാക്കൾ അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യുന്നതിൽ നിന്നും മാറി നിന്നത്. പക്ഷേ അദ്ദേഹം ഭരണം തുടർന്നു. ഈ കാലഘട്ടത്തിലാണ് അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഹിജാസിൻ്റെ ഭരണം ഏറ്റെടുത്തത്, ഹിജ്റ 60. ഈ സമയം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൂഫക്കാർ കത്തെഴുതി കൂഫയിലേക്ക് ക്ഷണിച്ചു. ഇറാഖിലെ കൂഫയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. 200ഓളം കത്തുകൾ ഉണ്ടായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അടുക്കൽ, കൂഫക്കാരയച്ച കത്തുകൾ. എന്തിന്? അവിടേക്ക് ക്ഷണിച്ച് നിങ്ങളെന്ത് ചെയ്യാം, ഖലീഫയായിട്ട് അംഗീകരിക്കാം, നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്യാം എന്ന ധാരണയിൽ അവർ എന്ത് ചെയ്തു? ഹുസൈൻ റളിയല്ലാഹു അൻഹു കത്ത് എഴുതിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹുസൈൻ റളിയല്ലാഹു അൻഹു പുറപ്പെടാൻ തീരുമാനിച്ചു കൂഫയിലേക്ക്. കൂഫയിലേക്ക് യാത്ര ആരംഭിക്കുന്നതിൻ്റെ മുമ്പ് പ്രമുഖരായ മറ്റെല്ലാ സഹാബാക്കളും അദ്ദേഹത്തെ തടഞ്ഞു, പോകരുത്, കൂഫക്കാർ ചതിയന്മാരാണ്, ആ കൂഫക്കാരാണ് നിങ്ങളുടെ പിതാവ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത്, അവരാണ് ചതിച്ചത്.
അപ്പോൾ കൂഫക്കാർ വിശ്വസിക്കരുത്, അവർ ചതിക്കും. ഹുസൈൻ റളിയല്ലാഹു അൻഹു അവർ ആ കൊടുത്ത കത്തുകൾ എടുത്ത് കാണിച്ചു കൊടുത്തു. 200ഓളം കത്തുകൾ ഉണ്ടായിരുന്നു. അവസാനം പോകാൻ തീരുമാനിച്ചു. അബ്ദുല്ലാഹിബിൻ ഉമർ, അനസ് ബിൻ മാലിക്, അബ്ദുല്ലാഹിബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹും ഇവരൊക്കെ അദ്ദേഹത്തെ തടഞ്ഞതാണ്. പക്ഷെ അദ്ദേഹം എന്തില്ല, കൂട്ടാക്കിയില്ല. അദ്ദേഹം കൂഫയിലേക്ക് യാത്ര പുറപ്പെട്ടു. കുടുംബത്തെയും കൂട്ടി 80ഓളം ആൾക്കാർ വരുന്നൊരു സമൂഹമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, കൂഫയിലേക്ക് യാത്ര പോയി. ആ പോകുന്ന വഴിയിൽ കൂഫയിലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം മുസ്ലിം ഇബ്നു അഖീൽ, ആരാണ്, അലി റളിയല്ലാഹുവിൻ്റെ സഹോദരനാണ് അഖീൽ, അദ്ദേഹത്തിൻ്റെ മകൻ മുസ്ലിം, ആലു ജാഫർ, ആലു അഖീൽ, ആലു അലി, ഇവർക്കാരാണ് അഹ്ലുബൈത്തിൽപ്പെട്ട ആൾക്കാരാണ്. അദ്ദേഹത്തെ പറഞ്ഞയച്ചു കൂഫയിലേക്ക്. അദ്ദേഹം കൂഫയിലെത്തി അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയം യസീദ് ബിൻ മുആവിയ അദ്ദേഹം എന്ത് ചെയ്തു, ഉബൈദുല്ലാഹി ബിൻ സിയാദ് എന്നൊരു ആളുടെ നേതൃത്വത്തിലൊരു സൈന്യത്തെ അയച്ചു. എന്തിന്? കൂഫയിലേക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു എത്തുന്നതിനെ തടയാൻ. കാരണം എത്തിയാൽ എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ കീഴിലുള്ള ആ രാജ്യത്ത് മറ്റൊരു ഖിലാഫത്ത് അവിടെ ഉണ്ടാവും. അങ്ങനെ വലിയൊരു പ്രശ്നം അത് ഉണ്ടാവും. ആ പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടി കൂഫയിലെ കൂഫക്കാർ ഹുസൈൻ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്യുന്നതിൽ നിന്ന് തടയാൻ വേണ്ടി മാത്രമാണ് യസീദ് ബിൻ മുആവിയ ഉബൈദുല്ലാഹി ബിൻ സിയാദിനെ പറഞ്ഞയച്ചത്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, ഉബൈദുല്ലാഹി ബിൻ സിയാദ് എത്തി, കൂഫയിലെത്തി. അദ്ദേഹം ആദ്യം മുസ്ലിം ഇബ്നു അഖീലിനെ കൊന്നു. ഈ വിവരം ഹുസൈൻ റളിയല്ലാഹു അൻഹു കിട്ടി. മുസ്ലിം ഇബ്നു അഖീൽ ഒരാളെ പറഞ്ഞയച്ചതാണ് ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക്. നിങ്ങൾ കൂഫയിലേക്ക് വരരുത്, കൂഫക്കാർ കൂറുമാറിയിട്ടുണ്ട്, അവർ ചതിച്ചിട്ടുണ്ട്, എന്നെ കൊല്ലാൻ കൊടുത്തിരിക്കുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ വിവരം കിട്ടിയപ്പോൾ അദ്ദേഹം യസീദിനെ കാണാൻ തീരുമാനിച്ചു. ഒന്നുകിൽ യസീദിൻ്റെ അടുക്കലേക്ക് പോയിട്ട് ബൈഅത്ത് ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ച് മദീനയിലേക്ക് തന്നെ മടങ്ങാം എന്ന തീരുമാനത്തിലായിരുന്നു. അദ്ദേഹം തിരിച്ച് യാത്രക്കൊരുങ്ങി, അല്ലെങ്കിൽ യസീദിനെ കാണാൻ തീരുമാനിച്ചു. പക്ഷേ ഉബൈദുല്ലാഹി ബിൻ സിയാദിൻ്റെ സൈന്യം അതിന് സമ്മതിച്ചില്ല. അങ്ങനെ അദ്ദേഹത്തെ എന്ത് ചെയ്തു, ഉബൈദുല്ലാഹി ബിൻ സിയാദിൻ്റെ സൈന്യം വളഞ്ഞു. തിരിച്ച് മദീനയിലേക്കോ ഖലീഫ യസീദിൻ്റെ അടുക്കലേക്കോ പോകാൻ അനുവദിച്ചില്ല, അവിടെ വളഞ്ഞു. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇതേതാ സ്ഥലം? അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞു, ഇത് കർബലയാണ്. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദാ കർബുൻ വബല. അറബിയിൽ അതിൻ്റെ അർത്ഥം കർബുൻ, പ്രയാസം, ബലാ എന്ന് പറഞ്ഞാൽ ആപത്ത്, അതാണ് അർത്ഥം. കർബല എന്ന് പറഞ്ഞാൽ പ്രയാസത്തിൻ്റെയും ആപത്തിൻ്റെയും സ്ഥലമെന്നർത്ഥം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അവർ വളഞ്ഞു. ആ ഒരു ചെറിയൊരു സൈന്യം, അവർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട സൈന്യമല്ല, ആ സൈന്യത്തെ അവർ ആക്രമിച്ചു. എല്ലാ ആൾക്കാരെയും കൊന്നു. ഒരാൾ ബാക്കിയായി, ഒരു ചെറിയ മകൻ, ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ഒരു മകൻ ബാക്കി, അലി സൈനുൽ ആബിദീൻ ബാക്കിയായി. ബാക്കി എല്ലാവരും വധിച്ചു. 82 ആണുങ്ങളെയാണ് വധിച്ചത്, ആണും വലിയവരും ചെറിയവരുമായിട്ട്. ആ ചെറിയൊരു മകൻ മാത്രം ബാക്കിയായി. ഹുസൈൻ റളിയല്ലാഹു അൻഹു ബാക്കിയായി. അദ്ദേഹത്തെ കൊല്ലാൻ ആർക്കും പേടി. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനാണ്, അങ്ങനെ വളർത്തി അല്ലാഹുവിൻ്റെ റസൂൽ. ആരും തയ്യാറാകുന്നില്ല, ധൈര്യം വെക്കുന്നില്ല വധിക്കാൻ വേണ്ടി. ആ സമയത്ത് ഷംർ എന്നൊരാൾ, ഖബീസ്, അദ്ദേഹം വന്ന് ഒരു കുന്തം കൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു എറിഞ്ഞു വീഴ്ത്തി. 80ഓളം വെട്ടും കുത്തുകളും ആ ശരീരത്തിലുണ്ടായിരുന്നു, മയ്യത്ത്. അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തല അറുത്തെടുത്തു. പെണ്ണുങ്ങളെയും ചെറിയ കുട്ടികളെയും, ആ ബാക്കിയ ഒരു ആൺകുട്ടിയെയും മദീനയിലേക്ക് തിരികെ പറഞ്ഞയച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തല അറുത്തെടുത്തു. അതൊരു മുഹറം 10 അന്നായിരുന്നു. മുഹറം 10 ഒരു വെള്ളിയാഴ്ചയായിരുന്നു അന്ന്. ആ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ശരീരം ആ കർബലയിൽ തന്നെ, കർബൽ എന്ന ആ സ്ഥലത്ത്, യുദ്ധം നടന്ന സ്ഥലത്ത് മറമാടി ദഫൻ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആ തല ഉബൈദുല്ലാഹി ബിൻ സിയാദിൻ്റെ അടുക്കലേക്ക് കൊടുത്തയച്ചു. അതായത് സേനാനായകൻ്റെ അടുക്കലേക്ക് കൊടുത്തയച്ചു. ഉബൈദുല്ലാഹി ബിൻ സിയാദ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ആ തല കൊണ്ടുവന്ന് വെച്ചു.
ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ തല. അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വടി കൊണ്ട് എന്ത് ചെയ്തു? ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ചുണ്ടിനിങ്ങനെ കുത്തി. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സഹാബി പറഞ്ഞു, ഉബൈദുല്ലാഹിബിൻ സിയാദ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ പേടിക്കണം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിച്ച ചുണ്ടാണത്. ഇത് കേട്ടപ്പോൾ പേടിച്ചു. ഈ വാക്ക് കേട്ടപ്പോൾ പേടിച്ചു ഉബൈദുല്ലാഹിബിൻ സിയാദ്. അദ്ദേഹം എന്ത് ചെയ്തു? ആ തല മദീനയിലേക്ക് കൊടുത്തയച്ചു. മദീനയിലാണ് ആ തല എന്ത് ചെയ്തത്? ഖബറടക്കി. മദീനയിൽ ജന്നത്തുൽ ബഖീൽ അൽ ബഖീഉൽ ഗർഖദിലാണ് ഖബറടക്കിയതെന്നാണ് പറയപ്പെടുന്നത്. ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ തല ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ, ഉമ്മ ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ജന്നത്തുൽ ബഖീലാണ് ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ തല ഖബറടക്കിയത്. മറ്റുള്ള ശരീരം കർബലയിൽ തന്നെയാണ്. ഇതാണ് കർബല യുദ്ധം. മുസ്ലിങ്ങളായിരുന്നു പ്രശ്നം. അപ്പോൾ ഇത് നടന്നത് മുഹറം 10 അന്നാണ്. ഷിയാക്കൾ എന്താക്കി? ആ മുഹറത്തിൻ്റെ ആദ്യത്തെ 10 മുഴുവൻ ദുശ്ശകുനമായി നഹ്സായി കണക്കാക്കി. ആ പാരമ്പര്യമാണ് നമ്മുടെ കേരളത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം ചരിത്രം എന്ത് ചെയ്യണം? ഈ കർബലിൻ്റെ ചരിത്രം ഷിയാക്കളിലൂടെ പല രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അഹ്ലുസുന്നൻ്റെ ആൾക്കാരെ തീർത്തും മോശമാക്കിക്കൊണ്ടുള്ള പല രീതിയിലും ഈ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ കേരളക്കരയിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് യഥാർത്ഥ ശരിയായ രീതിയിലുള്ള ചരിത്രം നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്. നമ്മളത് മനസ്സിലാക്കുന്നതാണ്. കാരണം നമുക്ക് ചുറ്റും ഷിയാക്കളാണ്, ഷിയാക്കൾ പ്രചരിപ്പിച്ച കഥകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതാണ് കേൾക്കുന്നതും കാണുന്നതും അറിയുന്നതൊക്കെ. അപ്പോൾ എന്താണ് യാഥാർത്ഥ്യം, എവിടെയാണ് യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കൽ നമുക്ക് അനിവാര്യമാണ്. ഒരിക്കലും യസീദ് ബിൻ മുആവിയ അദ്ദേഹം ഒരിക്കലും ഹുസൈൻ റളിയല്ലാഹുവിനെ കൊല്ലാൻ ഉബൈദുല്ലാഹിബ്ൻ സിയാദിനോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം നിരപരാധിയാണ്, അദ്ദേഹം ഒന്നും അറിയില്ല. അദ്ദേഹം ഈ വിവരം അറിഞ്ഞപ്പോൾ വല്ലാതെ പ്രയാസപ്പെട്ടു, വല്ലാതെ ബുദ്ധിമുട്ടി. ഹിജ്റ 61 കർബല യുദ്ധം നടക്കുന്നത്. ഹിജ്റ 61 മുഹറം 10 അന്ന്. അതേ വർഷം തന്നെ ഉബൈദുല്ലാഹിബ്ൻ സിയാദ് അതേ രൂപത്തിൽ കൊല്ലപ്പെട്ടു, ശത്രുക്കളാൽ അതേ രൂപത്തിൽ കൊല്ലപ്പെട്ടു. അതേപോലെ തന്നെ ഷംറും സിനാനും, ഈ രണ്ടാൾക്കാരും പറയപ്പെടുന്നു തല അറുത്തെടുത്തത്, അവരും അതേ രീതിയിൽ കൊല്ലപ്പെട്ടു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും. ഇതാണ് പ്രിയമുള്ളവരെ കർബല യുദ്ധം. അപ്പോൾ ഈ ദിവസത്തെ അംഗീകരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഷിയാക്കൾ മുഹറം മാസത്തെ തന്നെ എന്താക്കി? നഹ്സാക്കി, ദുശ്ശകുനമാക്കി. അന്നൊരു കാര്യം അവർ എന്ത് ചെയ്യില്ല, ചെയ്യൂല. ഒരു നല്ല നന്മകൾ, ഒരു ഖൈറിനും അവർ തുടക്കം കുറിക്കൂല. അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ അങ്ങനെ ആകരുത്. നമ്മൾ അഹ്ലുസുന്നയാണ്, നമ്മൾ ഷിയാക്കളല്ല. നമ്മുടെ അടിസ്ഥാനം അഹ്ലുസുന്നയാണ്. അഹ്ലുസുന്നയുടെ അടിസ്ഥാനം ആരാണ്? സഹാബാക്കളും അള്ളാഹിൻ്റെ റസൂലുമാണ്. അവരിൽ നിന്നാണ് നമ്മൾ ദീൻ പഠിക്കുന്നത്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ എന്ത് പറഞ്ഞു, ഖുർആനും ഹദീസും എന്ത് പറയുന്നോ അത് സഹാബാക്കൾ എങ്ങനെ ചെയ്യുന്നോ അതാണ് നമ്മുടെ ദീനായിട്ട് നാം സ്വീകരിക്കേണ്ടത്. അല്ലാണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് പാരമ്പര്യമായി ചെയ്തു പോരുന്ന കാര്യങ്ങൾ, പാരമ്പര്യമായി വിശ്വസിക്കുന്ന കാര്യങ്ങൾ, പ്രിയമുള്ളവർ, അതല്ല നമ്മുടെ ദീൻ. അവിടെ ആ കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക. ഇതൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് യാസീൻ്റെ ഈ 3 ആയത്തുകൾ, സൂറത്ത് 36-ാമത്തെ ആയത്ത് മുതൽ 40-ാമത്തെ ആയത്ത് വരെ അള്ളാഹു പറയുന്നത് എന്താണ്? സൂര്യ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, അതുപോലെ തന്നെ രാപ്പകലുകൾ മാറുന്നത്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു അടിമകളെ പഠിപ്പിക്കുകയാണ്. അഥവാ ഇതൊക്കെ സൃഷ്ടിക്കുന്നതും ഇതൊക്കെ ഉടമപ്പെടുത്തിയതും ഇതൊക്കെ നിയന്ത്രിക്കുന്നതും അള്ളാഹു മാത്രമാണ്. മറ്റൊരാൾക്കും എന്തില്ല, അതിലൊരു ഇടപാടുമില്ല, ഒരാളെ കൊണ്ടും അത് കഴിയുകയുമില്ല. അള്ളാഹു ചോദിച്ചല്ലോ സൂറത്ത് മുൽക്കിൻ്റെ അവസാനം, അള്ളാഹു നിങ്ങൾക്കുള്ള വെള്ളം അള്ളാഹു മാറ്റി പിടിച്ചു വെച്ചാൽ ആരാണ് നിങ്ങൾക്ക് നല്ല വെള്ളം ഇറക്കി തരിക? ഒരാളെ കൊണ്ടും കഴിയില്ല. ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് തൗഹീദിൻ്റെ വിഷയത്തിൽ. എന്നിട്ട് നമ്മളെന്താണ്, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മളെപ്പോലെ ബലഹീനരായ ആൾക്കാരിലൊക്കെ നമ്മൾ പോകുന്നത്, നമ്മളെപ്പോലെ ബലഹീനരായ, നമ്മളെപ്പോലെ മറ്റുള്ള പലരിലേക്കും ആവശ്യക്കാരായ മറ്റുള്ള മൃഗങ്ങളെ കണ്ട് നമ്മൾ പേടിക്കുകയാണ്. നമ്മളൊരു ഹൈറായ തീരുമാനം വേണ്ടാന്ന് നോക്കുകയാണ്. എന്തൊരു ബലഹീനതയാണ്, എന്തൊരു ബുദ്ധിഹീനതയാണത്. പ്രിയമുള്ളവർ, ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. ദുഷഗുണം, നഹ്സ്, അങ്ങനെ കുറേ ആചാരങ്ങൾ, അതൊന്നുമല്ല ദീൻ. ദീൻ എന്നുള്ളത് അള്ളാഹിൻ്റെ റസൂലും സഹാബാക്കളും കാണിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞു വന്നത് സൂറത്തു യാസീൻ്റെ 37-ാമത്തെ ആയത്ത് മുതൽ 40-ാമത്തെ ആയത്ത് വരെയാണ്.
ഇത്രയും ആയത്തുകളിൽ അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ സംബന്ധിച്ചാണ്. ആ സൃഷ്ടികളിൽ അള്ളാഹു സംവിധാനിച്ച അള്ളാഹുവിൻ്റെ രീതികൾ, അതിലുള്ള കൃത്യനിഷ്ഠത, അതൊന്നും ഒരിക്കലും എന്തില്ല മാറിപ്പോകൂല, തെറ്റിപ്പോകൂല. അത് അള്ളാഹു നിശ്ചയിച്ച ആ ദിവസം വരെ അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അതിലിടപെടാൻ ഒരാളെ കൊണ്ടും സാധ്യവുമല്ല. അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്കും അതിലെന്തില്ല ഇടപെടാൻ സാധ്യമല്ല എന്ന് അള്ളാഹു വീണ്ടും വീണ്ടും എന്തെയാണ് അടിമകളെ ഓർമ്മപ്പെടുത്താണ്. എന്തിന്? മറ്റൊരാളിലേക്ക് നമ്മൾ തിരിയാതിരിക്കാൻ. നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മളെപ്പോലെ ബലഹീനരായ മറ്റൊരാളിലേക്ക് നമ്മൾ തിരിയാതിരിക്കാൻ, നമ്മുടെ ആവശ്യങ്ങൾ ഇതൊക്കെ സംവിധാനിച്ച് അള്ളാഹുലേക്ക് തിരിയാൻ, ഇതൊക്കെ സംവിധാനിച്ച് സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന അള്ളാഹുവിലേക്കാണ് നമ്മൾ ആവശ്യങ്ങൾ പറയേണ്ടത്. നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്കാണ് തിരിയേണ്ടത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ആയത്തിൻ്റെ പിറകിൽ ഇങ്ങനെയുള്ള സൃഷ്ടികളുടെ അതിൻ്റെ പിറകിൽ ചിന്തിച്ചാൽ ബുദ്ധിയുള്ളവർക്ക് വലിയ ദൃഷ്ടാന്തമാണ്. അതിൽ അള്ളാഹുവിനെ അവർ കണ്ടെത്താൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഈ ആഴ്ച ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാപങ്ങളും ഉടമസ്ഥനായ റബ്ബ് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എന്നാൽ ആഖിറത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലേക്ക് എത്താനുള്ള മാർഗം അല്ലാഹു നമുക്കെല്ലാവർക്കും എളുപ്പമാക്കി തരട്ടെ. എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യാൻ നല്ല തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങളൊക്കെ മാപ്പാക്കി ഖബറിലും നാളെ സ്വർഗ്ഗത്തിലും ഉന്നതമായ ദറജകൾ നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.